പ്രിയപ്പെട്ട എൻ്റെ മുന്നിലിരിക്കുന്ന അമ്മമാരെ, പൊന്നാര മക്കളെ, ഇവിടെയുള്ള അൽ ഇർഷാദിയ സ്കൂളിലെ എല്ലാ ഭാരവാഹികളെ എല്ലാവരോടും എന്നെ ക്ഷണിച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഈ സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായിട്ട് 2-3 വേദിയിലൊക്കെ ഒപ്പരം പങ്കെടുത്തതാണ്. ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഒരു പ്രാവശ്യം ഒരു സ്റ്റേജുമിൽ ഇന്നൊരു പരിപാടിക്ക് വിളിച്ച് ഞാൻ ആ പരിപാടിക്ക് പോകുമ്പോൾ വലിയ വലിയ ഉസ്താദുമാരൊക്കെയാണ് സ്റ്റേജിലുള്ളത്. ഞാൻ വലിയ പ്രസംഗിച്ച് പരിചയമൊന്നുമില്ലാത്ത ഞാൻ അവിടെ പോയി ഇരുന്ന് സ്റ്റേജിൽ എല്ലാവരും പ്രസംഗം കഴിഞ്ഞിട്ട് അവസാനമാണ് ഇന്നെ നമ്മളെ പ്രിൻസിപ്പാൾ വിളിക്കുന്നത്. ഒന്നും പറയാനില്ല, സ്റ്റേജിന്മേൽ കയറിയിട്ട് എന്താ പറയുക. ഞാൻ കുലല്ലാവും ഫാത്തിയൊക്കെ ഓതി നേരെ നടന്ന് മൈക്കിൻ്റെ അടുത്തേക്ക് പോയി. ബ്ലാങ്കാ, ഒന്നും അറിയില്ല, എന്താ പറയേണ്ടതെന്ന് ഒന്നും അറിയില്ല. ഞാൻ ആ സ്റ്റേജിന്മേൽ കയറിയിട്ട് പറഞ്ഞ്, ഈ മനാഫായത് മദർസിനെ കൊണ്ടാണ്, മദർസയിൽ പഠിച്ചതിനോണ്ടാണ്. ആരാ എന്നെ കൊണ്ട് പറയിപ്പിച്ചതെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ തൊള്ളേന്ന് അതാ വന്ന്. മദർസൻ്റെ വിഷയം ഭയങ്കര കത്തി നിൽക്കുന്ന സമയം. എൻ്റെ മുന്നേ പ്രസംഗിച്ച ആരും ആ വിഷയം സംസാരിച്ചിട്ടില്ലേനു. അത് ഒരു വലിയ ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ആ വിഷയത്തിൽ. ചില കാര്യങ്ങളങ്ങനെ അള്ളാൻ്റെ കുറേ നിയോഗം ഉണ്ടാവും. ഞാൻ ഇതിനും ജൂലൈ 16 ശേഷമാണ് ഇങ്ങനത്തെ മൈക്കിൻ്റെ മുന്നിൽ സംസാരിക്കുന്നത്. സംസാരിക്കാൻ തുടങ്ങിയപ്പം ജൂലൈ മുതൽ ഈ ജനുവരി ഈ 6 വരെ നിൽക്കാതെ മൈക്കിൻ്റെ മുന്നിൽ തന്നെ ആയി. ചില വിഷയങ്ങൾ അങ്ങനെ എന്തിനുള്ള ഒരു പോക്കിലാണ്. ഒരുപാട് മനുഷ്യർക്ക് പലതും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞ്, പലതും കാണാൻ കഴിഞ്ഞ്, പല ആളുകളിലെ സംസാരിക്കാൻ കഴിഞ്ഞ്. ഇതൊക്കെ വലിയൊരു ഇതാണ്. ഞാൻ ശിരൂർ നിൽക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു കാര്യം പറയാം. ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ട് ഒരുപാട് കൊല്ലമായി. 98 ഞാൻ സ്കൂളിൽ പഠനം കഴിഞ്ഞിരിക്കണ്. 2024 ഞാനൊരു പ്രയാസത്തിൽ നിൽക്കുമ്പോൾ ഡെയിലി എന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ 98 മുന്നേ പഠിച്ച സ്കൂളിലെ അധ്യാപകർ വിളിക്കും. മനാഫയെ തളരരുത്, ധൈര്യത്തിൽ നിൽക്ക്. ആ സമയത്തൊക്കെ എന്നെപ്പറ്റി വളരെ മോശമായിട്ട് ഇനി കുറേ യൂട്യൂബ് ചാനലുകാരൊക്കെ കഥകൾ ഉണ്ടാക്കൽ. ഞാൻ ഭയങ്കര ഭീകരനാണ്, നക്സലാണ്, ഈ ലോറിയിലൊക്കെ ചന്ദനാണ്, അതാണ്, സ്വർണ്ണക്കടത്താണ്, മറ്റേ കടത്താണ്, ഇങ്ങനെയുള്ള ഭയങ്കര വിഷമമുള്ള. ഞാൻ ഓരോരുത്തരുടെ മുഖത്തൊക്കെ എനിക്ക് പേടിയേ. കാരണം ഞാൻ അങ്ങനെ ആണെന്ന് നിങ്ങളാരെങ്കിലും വിചാരിക്കുന്നുണ്ടാവുമോ? നമ്മളെ ഉള്ളിലുള്ള സത്യം നമുക്കല്ലേ അറിയുള്ളൂ. പുറമുള്ളവരെ അങ്ങനെ വിചാരിക്കുമോ? അങ്ങനത്തെ ബേജാറിൻ്റെ ടൈമിലും അധ്യാപകർ എന്നെ പഠിപ്പിച്ച അധികം ആൾക്കാർ എന്നെ വിളിക്കും. അതൊരു വലിയ സംഭവമാണ്. ഓർക്കറിയാം നമ്മളെന്താന്ന്. കിട്ടിക്കഴിഞ്ഞപ്പോഴാണല്ലോ നാട്ടുകാർക്ക് അറിഞ്ഞത്. പക്ഷേ പഠിപ്പിച്ച അധ്യാപകർ അതൊരു വലിയ ബന്ധമാണ്. മക്കളോട് പറയാനുള്ളത്, വിട്ടുപോയാലും ഈ സ്കൂള് വിട്ടുപോയാലും അധ്യാപകരെ സ്നേഹിക്കുക. എല്ലാ മതത്തിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് അധ്യാപകർ, ഉസ്താദുമാരായിക്കോട്ടെ, എല്ലാവരും. അതൊരു വലിയൊരു ബന്ധമാണ്. ഞാൻ ഇങ്ങനത്തെ എല്ലാ ബന്ധത്തിനും വലിയ പ്രാധാന്യം നൽകണതാണ്. ഒരു തൊഴിലാളി മുതലാളി ബന്ധം എന്താണെന്നുള്ളത്, എല്ലാ ബന്ധങ്ങൾക്കും നമ്മൾ പ്രാധാന്യം നൽകണം. എനിക്ക് മക്കളോടും ഇവിടെയുള്ള എല്ലാവരോടും പറയാനുള്ളത്, ബന്ധങ്ങൾ മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. എൻ്റെ മുന്നേ പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞ മാതിരി തന്നെ മകൻ അമ്മനെ കൊല്ലണ്, കാമുകി കാമുകന് കഷായം കൊടുക്കണ്, ജ്യൂസ് കൊടുക്കണ്, എന്തൊക്കെയാ നാട്ടിൽ. ആർക്കും ബന്ധങ്ങൾക്ക് വലിയ വില ഇല്ലാത്തൊരു കാലഘട്ടം. ഈ ശിരൂർ സംഭവത്തിൽ ഞാൻ 74 ദിവസം അവിടെ നിന്ന് എൻ്റെ ഫുൾ ഫാമിലി എൻ്റെ കൂടെ
മാറി മാറി ഹോസ്പിറ്റലിൽ കാവലിരിക്കില്ലേ അതേമാതിരി നിന്ന് സപ്പോർട്ട് ചെയ്ത്. അപ്പം നമ്മൾ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അല്ലാതെ ഒരു കാര്യവും ആർക്കും ഒന്നും ചെയ്തു പോകാൻ കഴിയില്ല. തീർച്ചയായിട്ടും മക്കളോടും പറയാനുള്ളത് നിലപാടുണ്ടാവണം. ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം. നല്ലൊരു കാര്യമാണെങ്കിൽ ലോകം മൊത്തം നിങ്ങൾക്ക് എതിരാണെങ്കിലും നല്ല കാര്യമാണെങ്കിൽ കുറ്റങ്ങളും കുറവുകളും പരിഹാസങ്ങളും കല്ലേറുകളും പല ഭാഗത്തുനിന്നും ഉണ്ടാവും. ഇതൊന്നും മൈൻഡ് ചെയ്യരുത്. അവസാനം നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവും. അതും പറഞ്ഞുകൊണ്ട് ഈ വൈകിയ സമയമായതുകൊണ്ട് മറ്റേത് ഞാൻ മൈക്ക് കിട്ടിയാൽ വിടലില്ല. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. എന്നെ ഇവിടെ വിളിച്ച ഈ ഒരു സ്ഥാപനത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും. Mr. Manaf, your dedication to